UDF ഇപ്പോൾ ഒരു വലിയ പദ്ധതി അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് പ്രതിമാസം 3000 രൂപ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള 5 പദ്ധതികളാണ് ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് UDF അതായത് കോൺഗ്രസ് പ്രഖ്യാപിച്ച ഒരു പരിപാടിയാണ് ന്യായ് പദ്ധതി. ഈ ന്യായ് പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇന്ത്യ മുഴുവൻ ന്യായ് പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്കുക. 6,000 rupees a month. 6000 രൂപ ഒരു മാസം. Every single month. ഓരോ മാസവും 6000 രൂപ. 72,000 rupees a year. 70 ഒരു വർഷം. Every single year. ഓരോ വർഷവും 72,000 രൂപ. Until that family is out of poverty. ദാരിദ്ര്യത്തിന് മുകളിലേക്ക്, ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് ഒരു കുടുംബം എത്തുന്നത് വരെ എല്ലാ മാസവും 6000 രൂപ, എല്ലാ വർഷവും 72,000 രൂപ. ഇപ്പോൾ കണ്ടല്ലോ, ഈ ഇതിൻ്റെ അകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ 6000 രൂപ വീതം പാവപ്പെട്ട ആളുകൾക്ക് ഒരു മാസം 6000 രൂപ വീതം കൊടുക്കുമെന്നാണ് പറയുന്നത്. അതായത് ന്യായ് പദ്ധതി ഇത് ഇന്ത്യയിലൊട്ടാകെ നടപ്പിലാക്കാൻ പോവുകയാണെന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നിലവിൽ എൻ്റെ അറിവിലൊരു 3 സംസ്ഥാനത്താണ് ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം ഉള്ളത്. അപ്പോൾ ഈ 3 സ്ഥലത്തും ഈ ന്യായ് പദ്ധതി എന്ന് പറയുന്ന സംഭവം ഇതുവരെയായിട്ടും നടപ്പിലാക്കിയിട്ടില്ല. അതായത് കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് പറഞ്ഞ പദ്ധതിയാണ്. അപ്പം അവർ ഭരിക്കുന്ന ഒരിടത്ത് പോലും ഒരു മാതൃകാ പദ്ധതിയായി പോലും ഇത് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ഷേമ പെൻഷൻ്റെ കാര്യം. കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ 2000 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും തന്നെ അതിൻ്റെ 7000 പോലും വരുന്ന തുക കൊടുക്കുന്നില്ല. അപ്പോൾ ഇവരിവിടെ വന്ന് 3000 രൂപ വെച്ച് കൊടുക്കുമെന്ന് പറയുന്നു. ക്ഷേമ പെൻഷൻ 3000 രൂപ വെച്ച് കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇവർ ഭരിക്കുന്ന ഈ 3 സംസ്ഥാനങ്ങളിൽ ഈ ക്ഷേമ പെൻഷൻ എത്രയാണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് വളരെ തുച്ഛമായ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന രീതിയിലല്ല അത് കൊടുക്കുന്നത് തന്നെ. അപ്പം കേരളത്തിലെ കൂട്ട് സജീവമായി ഒരു 56 ലക്ഷം പേർക്കാണ് നമ്മുടെ കേരളത്തിൽ ഈ 56 അതിൽ കൂടുതലുണ്ട്. അപ്പം ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിൽ പോലും തുച്ഛമായ ആളുകൾക്കാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ പഴയ നേരത്തെ ഉള്ള പദ്ധതികളിൽ, അതായത് പണ്ട് തൊട്ടുള്ള പദ്ധതികളാണ്. രാജീവ് ഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ പേരിലൊക്കെ ഉണ്ടായിരുന്ന പദ്ധതികളൊക്കെ ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയ ശേഷം നരേന്ദ്രമോദിയുടെ പേരിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പദ്ധതികളിൽ നിന്നുള്ള ആ ഒരു തുകയും ബാക്കി അതാത് സംസ്ഥാന സർക്കാരുകൾ വഹിക്കുന്ന ഒരു ചെറിയ തുകയും കൂടെ ചേർത്താണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ അവിടെ ഇല്ല. അപ്പോൾ കേരളത്തിൽ ഇവർ നടപ്പിലാക്കുമെന്ന് പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കാനാണോ? അല്ല, ഒരിക്കലും അല്ല. വെറുതെ പിന്നെ ഒരു കാര്യമുണ്ട്, വെറുതെ പറയുന്നതല്ല, എന്തെങ്കിലുമൊക്കെ 4 കാര്യങ്ങൾ കൂട്ടിയങ്ങ് പറയണ്ടേ. ഇതിപ്പം വെറും 5 കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. അതുപോലും അവരെ കൊണ്ട് നടപ്പിലാക്കാൻ, ഇവരെ കൊണ്ട് ഈ ഒരു 5 പദ്ധതി പോലും നടപ്പിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് കണ്ടില്ല, നമ്മുടെ വയനാട്ടിൽ അവർ പോയി കുറച്ച് സ്ഥലമൊക്കെ എന്തായാലും എല്ലാവരും പരാതി പറഞ്ഞൊരു സ്ഥലം വാങ്ങിച്ച് ഇപ്പോൾ ആ സ്ഥലത്ത് വീട് പണിക്കായിട്ട് ഒരു ശിലാഫലകം അതൊന്ന് സ്ഥാപിക്കാൻ പോലും അവരെ കൊണ്ട് പറ്റിയില്ല. അത് അവിടെ ഒരു മൂലയ്ക്ക് കൊണ്ട് വെച്ചിരുന്നു. ഇപ്പോൾ ആ ശിലാഫലകം ഇപ്പോൾ കാണാനുമില്ല. എന്തായാലും അവിടെ കുറേ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ് അവസാന ഘട്ടം. അവിടെ ഇപ്പം വേസ്റ്റായിട്ട് കിടപ്പുണ്ട്, എല്ലാം മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് കോൺഗ്രസ്. ഇപ്പോൾ ആലോചിച്ച് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുക.